ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വാഗമൺ ട്രിപ്പ് പോവാണ്. 2 വണ്ടിയിൽ ആളും കൂടെ ഉണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സാണത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലൊക്കെ കയറിയിട്ടുണ്ട്. പെട്രോൾ അടിച്ച് ഇനി പോവാൻ. അപ്പോൾ ഗായ്സ്, നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാഗമണിൽ പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കാണാമേ. അപ്പോൾ ഗായ്സ്, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ പോകുന്ന വഴിക്ക്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ വയ്ക്കാണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ്. നമ്മൾ ഒരു അടിപൊളി വലിയ ഫോറസ്റ്റ് ഒക്കെ കണ്ടു. 2-3 ഫോറസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി സ്ഥലങ്ങളാണ് കാണുന്നതൊക്കെ. ഏതോ ഒരു പാലമൊക്കെ എത്തിയിട്ടുണ്ട്. ഈ റിവർ ആണെന്ന് തോന്നുന്നു. അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ ഫുള്ളും അടിപൊളി വ്യൂസാണ്. ഗൈസ്, അടിപൊളി സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അടിപൊളി പ്ലേസ് ആട്ടോ. പഠിക്കാണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ ശിവഗിരി തീർത്ഥാടനത്തിന് ഒരുപാട് പേര് അങ്ങ് ഇങ്ങ് വരെ വരുന്നുണ്ട്. ഒരുപാട് പേര് ഒരുമിച്ച് പോകുന്നുണ്ട്. കുറച്ച് പേരല്ലാതെ 2 പേര് വീതം കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരും പോകുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിലൊക്കെ കയറിയിട്ടുണ്ട്. ഒരു വലിയ ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഫോറസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത നെക്സ്റ്റ് ഫോറസ്റ്റ് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ പോയിന്റ് തന്നെയാണ്. ഇവിടെ ഫുള്ളും അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇവിടെ മാത്രം അടിപൊളി ഫോറസ്റ്റ്. അപ്പുറത്തെ സൈഡ് ഹൗസൊക്കെ ഉണ്ട്. ഈ സൈഡ് മാത്രം അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ തന്നെയാണ്. അടിപൊളി ഫോറസ്റ്റ് കേട്ടോ. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കുക. അടിപൊളി ഒരു ഫോറസ്റ്റിലാട്ടോ ഇറങ്ങിയിരിക്കുന്നത്. അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയ സ്ഥലത്ത് തന്നെ ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ വീണ്ടും യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ വേറൊരു റിവറൊക്കെ ഉണ്ട്. റിവർ കഴിഞ്ഞു. അടിപൊളി സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എരുമേലി എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് പേട്ട തുള്ളാനൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കള്ളറക്കി പുറത്ത് വെച്ച് ഇവിടേക്ക് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ഒരു അടിപൊളി മലയൊക്കെ കാണാൻ പറ്റും. അടിപൊളി സ്ഥലം കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ നമ്മൾ നിൽക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളി സ്ഥലമാണ് ഇവിടെ. നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി എടുക്കണം. അപ്പോൾ അടിപൊളി സ്ഥലം. അങ്ങനത്തെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം തന്നെയാണ്.
ഗൈസ് നമുക്ക് അടിപൊളി സെറ്റ് ഒരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഇങ്ങ് വരെയൊക്കെയാണ് നമുക്ക് തേയിലത്തോട്ടം കാണാൻ പറ്റുന്നത്. രണ്ട് സൈഡിലും ഉണ്ട്. നമ്മൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കും ഗ്ലാസ് ബ്രിഡ്ജും ഫ്ലവർ ഷോ ഒക്കെ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 2 കിലോമീറ്റർ ഉണ്ട് വണ്ടിയിൽ പോവാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെ കാറിലാണ് പോകുന്നത്. നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ ഇനി എത്തിയിട്ടുണ്ട്. അഡ്വഞ്ചർ പാർക്ക് കയറാൻ പോവാണ്. കുറച്ച് നടക്കാറുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറാൻ പോവാണ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ അവിടെ കാണുന്നത്. ഗായ്സ് അങ്ങ് താഴോട്ടൊക്കെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. കുറേ മഞ്ഞും മലയൊക്കെയാണ്. അപ്പുറത്തോട്ട് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു വേറെ വഴിയൊക്കെ കേട്ടോ നമ്മൾ വന്നേ. ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ ഉള്ള വഴി വേറെയാണ്. പക്ഷെ നമ്മൾ വേറൊരു മണ്ണിൻ്റെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ വന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോകാനുണ്ട്. ഒരുപാട് പേര് കയറുന്നുണ്ട്. ഗായ്സ് ഇതാണ് കേട്ടോ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. കയറുമ്പം ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് കയറാനുള്ള. ഗ്ലാസ് ആയിക്കൊണ്ട് 3:30 ഇങ്ങനെ കയറാൻ പറ്റൂ. കുറേ പേര് കയറുന്നുണ്ട്. ഇവരൊക്കെ കയറി ഇറങ്ങിയിട്ട് അടുത്ത ആൾ കയറും. പിന്നെ 3:30 കയറാൻ പറ്റും. ഗായ്സ് നമ്മൾ ബ്രിഡ്ജ് കയറിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ കയറിയിട്ടില്ല. ഗ്ലാസ്സിൽ ഇനിയും കയറാറുണ്ട്. അങ്ങോട്ടാണ് കേട്ടോ ഗ്ലാസ് ഉള്ളത്.
പേടിച്ച് പോവാണ്. നമ്മൾ ഫ്ലവർ ഗാർഡനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സംഭവം കേട്ടോ. ഇവിടെയൊക്കെ അവിടെ ഒരു ഫ്ലവറിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, താമര പോലെ. അടിപൊളി വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു 2 കളറിലൊരു ഫ്ലവർക്കുണ്ട്. 2 കളറിലല്ല, ഒരുപാട് കളർ ഒരു ഫ്ലവർ തന്നെ നിൽക്കുന്നുണ്ട്. അടിപൊളിയാട്ടോ. ഗായ്സ്, ഇവിടെ രാത്രി DJ പാർട്ടിയൊക്കെ ഉണ്ട്. വിൻ്റർ മ്യൂസിക് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ DJ പാർട്ടി ഉള്ളത്. 7 മണി തൊട്ട് 8 മണി വരെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ലൈറ്റൊക്കെ ലവ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗായ്സ്, ഇവിടെ ഒരുപാട് ഷേപ്പിലൊക്കെ ഫ്ലവേഴ്സും ചെടികളൊക്കെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാർട്ട് ഷേപ്പിൽ ലൈറ്റ് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഗായ്സ്, ഇവിടെ ജഗ്ഗിൻ്റെ ഷേപ്പിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പുതിയതായിട്ട് കുറേ റോസയൊക്കെ നട്ട് വച്ചിട്ടുണ്ട്. ഇവിടെ കയറാനൊന്നും പറ്റൂല, ഗാർഡനറിന് മാത്രം ഇവിടെ കയറാൻ പറ്റൂ. ഗായ്സ്, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ അടിപൊളി ബ്രിഡ്ജുണ്ട്. ഇത് ചെറിയ ബ്രിഡ്ജാണ്. കുറേ പേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങ് പോയിട്ട് തിരിച്ചു വന്നു. ഇവിടെ ഒരു അരുവി പോലെയൊക്കെ സെറ്റായി വച്ചിട്ടുണ്ട്. അതല്ലാതെ ഒഴുകി വരുന്നതാണ്. ഗായ്സ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അരുവി. അടിപൊളിയാണ്. പിന്നെ ഗായ്സ്, ഇവിടെ ഇരിക്കാൻ ഒക്കെ സ്ഥലമുണ്ട്. നടന്ന് തളരുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. ഷെഡ് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സീറ്റേ ഉള്ളൂ. കുറച്ച് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. നമ്മൾ റെസ്റ്റ് എടുത്തു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി നമ്മൾ പോവാണ്. വീണ്ടും തിരിച്ചു പോയി വേറെ വഴി കയറും. വേറെ വഴി അങ്ങോട്ടൊക്കെ കയറും. താരയൊക്കെ ചുറ്റി കറങ്ങി ഇനി മുകളിൽ പോകും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയ വഴി തന്നെയാണ് തിരിച്ച് പോകുന്നത്. അങ്ങ് പോകുമ്പോൾ ഇവിടേക്ക് കുറേ നമുക്ക് കാഴ്ച കാണാം. പിന്നെ അങ്ങ് ഉണ്ട് ലൈറ്റൊക്കെ അടിപൊളി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്.